3 ദിവസം മുമ്പാണ് അഹമ്മദാബാദിൽ 270 പേരുടെ മരണത്തിനിടയാക്കിയ വലിയ വിമാന ദുരന്തം ഉണ്ടായത്. ഈ 270 പേരിൽ 241 പേർ വിമാനത്തിൽ ഉള്ളിലുള്ളവരായിരുന്നു. 10 ജീവനക്കാരും 2 പൈലറ്റുമാരും അടക്കം ഈ കൊല്ലപ്പെട്ടവരിലുണ്ട്. ഒരാൾ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. 29 തദ്ദേശീയരായവരും മരിച്ചു. 5 MBBS വിദ്യാർത്ഥികളും ഇതിൽ ഉൾപ്പെടുന്നു. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം ഇപ്പോൾ വലിയ ദുരൂഹതകളുടെ ചുരുളഴിക്കുകയാണ്. വലിയ രീതിയിലുള്ള ആശങ്കകൾ ഈ വിമാന ദുരന്തത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു. പ്രധാനമായും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് ശേഷം ഉണ്ടായ ഒരു വലിയ വിമാന ദുരന്തവും അതോടൊപ്പം തന്നെ കേരള തീരത്ത് 2 വലിയ കപ്പലപകടങ്ങൾ ഉണ്ടായതും ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച് വലിയ ഗൂഢാലോചന സിദ്ധാന്തവും പ്രചരിപ്പിച്ചിരുന്നു. ആ ഒരു അട്ടിമറി സാധ്യത നമുക്ക് ഈ ഒരു ഘട്ടത്തിലും തള്ളിക്കളയാനാവില്ല. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം വിമാനത്തിനുണ്ടായ സാങ്കേതിക തകരാറാണ് അപകട കാരണം എന്നാണ് സൂചന. അതായത് വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലച്ച അപൂർവമായ സാഹചര്യം. ഇത് ഏതെങ്കിലും തരത്തിൽ ബാഹ്യ ഇടപെടലുകൾക്ക് മൂലമാണോ എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ വിമാനത്തിലെ 2 പൈലറ്റുമാർ അവർക്കുണ്ടായ പിഴവ്, ഓർമ്മപ്പിശക് ആയിരിക്കാം ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മറ്റൊരു സൂചന. പക്ഷികൾ ഇടിച്ചതുമൂലം 2 വിമാന എഞ്ചിനുകളും തകരാറിലായി എന്നുള്ളത് യുക്തിപരമായി വിശ്വസിക്കാനാവില്ല. കാര്യം ഒരേ സമയം 2 എഞ്ചിനുകളും ഒരേ സമയം എങ്ങനെ പക്ഷികളുടെ ഇടിയുടെ ആഘാതത്തിൽ പ്രവർത്തനം നിലച്ചു എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. നിർണായകമാകുന്നത് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സും അതേപോലെ വിമാനത്തിൻ്റെ ഡാറ്റ റെക്കോർഡറും അതേസമയം തന്നെ കോക്പിറ്റിലെ വോയിസ് ഡാറ്റ റെക്കോർഡറുമാണ്. ഇത് എല്ലാം തന്നെ ഇപ്പോൾ ശേഖരിക്കപ്പെട്ടു എന്നുള്ള നിർണായക വഴിത്തിരിവാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ വിമാനത്തിൻ്റെ 2 ബ്ലാക്ക് ബോക്സുകളും കണ്ടെത്തിയിരുന്നു. വിമാനത്തിൻ്റെ തന്നെ ഡാറ്റ റെക്കോർഡറും കണ്ടെത്തിയിരുന്നു. എന്നാൽ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ ലഭിച്ച വിവരം ഇതുവരെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോഴാണ് അത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം വന്നേക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പങ്കെടുത്ത യോഗത്തിൽ ഈ സംബന്ധിച്ച അതായത് വിമാനത്തിൻ്റെ വോയിസ് ഡാറ്റ റെക്കോർഡർ ലഭിച്ചു എന്നുള്ള വിവരം അധികൃതർ അറിയിക്കുകയായിരുന്നു. ഈ വോയിസ് ഡാറ്റ റെക്കോർഡർ അതിനിർണായകമാണ്. വിമാനത്തിലെ പൈലറ്റുമാർ പരസ്പരം സംസാരിച്ച വിഷയങ്ങൾ പൂർണ്ണമായും അതിലുണ്ടാകും. വിമാനം ടേക്ക് ഓഫിന് മുൻപ് അതായത് പ്രധാന പൈലറ്റ് സഹ പൈലറ്റിനോട് സംസാരിക്കുന്ന എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാകും. ഒരു സഹ പൈലറ്റ് മുഖ്യ പൈലറ്റിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കോക്പിറ്റിൽ ജോലി ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ മുഖ്യ പൈലറ്റ് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് സഹ പൈലറ്റിന് നൽകിയതെന്നും അതനുസരിച്ച് അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും ഈ വോയിസ് ഡാറ്റ റെക്കോർഡർ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കും. നിലവിൽ ആ വിമാനം തകർന്നു വീഴുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളിൽ അതിൻ്റെ ലാൻഡിംഗ് ഗിയർ പുറത്തേക്ക് തുറന്നിരിക്കുന്നൊരവസ്ഥയിലും അതിൻ്റെ ചിറകുകളിലെ ഫ്ലാപ്പ് നിവർന്ന നിലയിലും കാണപ്പെട്ടിരുന്നു. ഇത് രണ്ടും ക്രമീകരിക്കേണ്ട ചുമതല സഹ പൈലറ്റിനാണ്. അതായത് ലാൻഡിംഗ് ഗിയർ ഉയർത്തുകയും അതേസമയം തന്നെ വിമാനത്തിൻ്റെ ചിറകുകളിലെ ഫ്ലാപ്പുകൾ അത് വളയ്ക്കുകയും ചെയ്യുന്ന ജോലി സഹ പൈലറ്റാണ് നിർവഹിക്കുന്നത്. ഇതിന് രണ്ടും 2 ലിവറുകളാണ് ഉള്ളത്. ഇത് പരസ്പരം മാറിപ്പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. അതിനുള്ള സാധ്യത വളരെ വിരളമാണെങ്കിലും സഹ പൈലറ്റിന് അത്തരത്തിലൊരു പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് കാരണമാകും. കാരണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതായത് വിമാനത്തിൻ്റെ ചിറകുകൾ അത് നിവർന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വിമാനത്തിനുള്ള ത്രസ്റ്റ് അതായത് മുൻപോട്ടുള്ള തള്ള് കുറയാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഉണ്ടായാൽ വിമാനം പറന്നുയരാനുള്ള സാധ്യത കുറയുകയും ഒരു കല്ല് മേളിൽ നിന്ന് താഴേക്ക് വീഴുന്ന മാതിരി വിമാനം താഴേക്ക് പതിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അതേസമയം തന്നെ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ പുറത്തേക്ക് തുറന്നിരിക്കുന്നത് വായുവുമായുള്ള സമ്പർക്കം കൂട്ടുകയും വിമാനത്തിന് പറന്നുയരാനുള്ള ആ ഒരു സാധ്യത വളരെ കുറയ്ക്കുകയും ചെയ്യും. ഇത്തരത്തിൽ സഹ പൈലറ്റിന് പിഴവുണ്ടായിട്ടുണ്ടോ എങ്കിൽ അക്കാര്യം വോയിസ് ഡാറ്റ റെക്കോർഡർ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനൊപ്പുറം വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് അതേസമയം തന്നെ അതിൻ്റെ ഡാറ്റ ഡീകോഡ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യവും വ്യക്തമാകും. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള അട്ടിമറി സാധ്യതയാണ് എല്ലാവരും ഒരു ദുസൂചനയായിട്ട് കരുതുന്നത്. കാരണം ഈ വിമാനത്തിൻ്റെ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ വിമാനത്തിൻ്റെ അകത്തുള്ള എൻ്റർടൈൻമെൻറ്റ് വിഭാഗം അതായത്
TV സ്ക്രീൻ, അതേപോലെ തന്നെ ടെലികോൾ സംവിധാനം അടക്കമുള്ളവ പ്രവർത്തനരഹിതമായിരുന്നു എന്ന തരത്തിൽ വ്യാപക പരാതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ലണ്ടനിലേക്ക് ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനിയും അജ്ഞാതമാണ്. മറ്റ് ബാഹ്യ ഇടപെടലുകൾ, അതായത് ഈ വിമാനത്തിൻ്റെ മെയിൻ്റനൻസ് ജോലികൾ ചെയ്തത് ഒരു തുർക്കി ആസ്ഥാനമായുള്ളൊരു കമ്പനിയാണെന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഈ വാർത്ത പിന്നീട് അത് അടിസ്ഥാനരഹിതമാണെന്നുള്ള സ്ഥിരീകരണവും വന്നു. എന്നാൽ ഈ വിമാനത്തിൻ്റെ പരിപാലനത്തിൽ ഏതെങ്കിലും തരത്തിൽ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ബ്ലാക്ക് ബോക്സും അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അടക്കമുള്ള നിർണായക തെളിവുകൾ നമുക്കിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് അവരാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ DGCA അതിൻ്റെ ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട്. സമാന്തരമായി US നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡും ഈ അപകടത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട്. കാരണം അമേരിക്കൻ നിർമ്മിതമാണ് ഈ വിമാനം ബോയിങ് എന്ന് പറയുന്ന കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബോയിങ് ഒരു അമേരിക്കൻ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിമാനത്തിൻ്റെ 2 എഞ്ചിനുകളും അമേരിക്കൻ കമ്പനിയായ GE ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ GE എന്ന് പറയുന്ന കമ്പനിയും ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ബോയിങ്ങിൻ്റെ തന്നെ മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് വളരെ ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വിമാനമായിട്ടാണ് ഡ്രീം ലൈനറെ കണക്കാക്കുന്നത്. മറ്റ് വിമാനങ്ങളെക്കാളും 20% ഇന്ധനക്ഷമതയും കുറച്ചുകൂടി വീതിയും വലിപ്പവും ഉള്ള ഒരു ശ്രേണിയിൽപ്പെട്ടതാണ് ഡ്രീം ലൈനർ. ഇതുവരെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഡ്രീം ലൈനർക്കുണ്ടായതായി റിപ്പോർട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുണ്ടായ ഈ അപകടം അത് ബോയിങ്ങിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ്. അവരുടെ ഓഹരി സൂചികകളിലടക്കം വലിയ പിന്നോട്ടടി ഈ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് കണ്ടെത്തേണ്ടത് ബോയിങ്ങിൻ്റെ അടക്കം ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 270 പേരുടെ മരണം നമ്മൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പലരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ ഛിന്നഭിന്നമായ അവസ്ഥയിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ DNA പരിശോധനകളടക്കം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ എണ്ണത്തിൽ കുറവാണ് ഓരോ ദിവസവും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. DNA പരിശോധനകളടക്കം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിൻ്റെ നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്ന നടപടികളടക്കം പുരോഗമിക്കും. നിലവിൽ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം അപകടസ്ഥലം സന്ദർശിക്കുകയും വിവിധ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന യോഗങ്ങൾ നടത്തുകയും അവലോകന യോഗങ്ങൾ നടത്തുകയും ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഈ അപകടത്തെക്കുറിച്ചുള്ള എന്താണ് ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളതാണ് അറിയേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ഇനിയും നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നു. വലിയ താമസമില്ലാതെ തന്നെ ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും.